ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും പിള്ളേരും കൂടെ വീട്ടിലേക്ക് പോവാണ്. കാരണം ഞങ്ങൾക്ക് എല്ലാവരുടെയും കൂടെ ലീവ് ഒരേ കണക്ക് ഒത്തു വരാത്തത് കൊണ്ട് തന്നെ ഏട്ടൻ വരുന്നില്ല. അപ്പം ഞങ്ങൾ ബസ്സിലാട്ടോ പോകുന്നത്. അപ്പം 2-3 പ്രാവശ്യമായിട്ട് പോകുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. പക്ഷെ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഇപ്പം സമയം 12 മണിയായിട്ടുണ്ട്. 12:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ബസ് കാണും. എന്താ മക്കളെ യാശു? അപ്പം 12:30 ആകുമ്പോഴത്തേന് വെഞ്ഞാറമൂടിന്ന് ബസ് കാണും കേട്ടോ. നമുക്കിവിടെ അടുത്ത് വെഞ്ഞാറമൂടാണ്. അപ്പം ഏട്ടൻ അവിടെ വരെ കൊണ്ടാക്കും. അപ്പം അവിടെ നിന്ന് പോവാം കേട്ടോ. ഒറ്റ ബസ് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അപ്പം എന്തെങ്കിലും ബാക്കി വിശേഷം നമുക്ക് വഴിയെ കാണാം. ഓക്കെ? ഓയ് പക്ഷേ സെ ഹായ് പക്ഷെ കയറാത്ത പോലെ ഞാൻ ഗേറ്റോട്ട് യുദ്ധത്തിലാട്ടോ. രണ്ടേ ഉള്ളൂ. എല്ലാം സെറ്റല്ലേ? ഓക്കെ. ഗ്ലാസ് 3 ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ ജംഗ്ഷനിൽ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാൻ ഏട്ടനോട് പറഞ്ഞു നമുക്കൊന്ന് സ്റ്റുഡിയോയിൽ കയറാം, സമയം ഉണ്ടെങ്കിൽ ഒന്ന് നിർത്താൻ പറഞ്ഞു കേട്ടോ. ഏട്ടനൊന്നും മിണ്ടിയൊന്നും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചങ്ങ് പോകും, സമയം കാണത്തില്ല എന്ന് കേട്ടോ. അപ്പം ഞാൻ വന്നിരിക്കുന്ന പോത്തൻകോട് സ്റ്റുഡിയോയിലാട്ടോ. ഇത് പിടിച്ചോ ആശുപത്രി പിടി. വീടല്ലേ? എവിടെയായിരുന്നു കിഡ്സിന്റെ? ഇവിടെ ഉള്ളായിരുന്നു. ഏട്ടൻ എന്നെ വിശ്വാസമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ. ഇവിടെ ആ പാൻറ് ഇല്ല കേട്ടോ. അങ്ങനെ അവരെന്നോട് ചോദിച്ചു സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. ഒരു പുള്ളിക്കാരി അങ്ങോട്ട് പോയിക്കുവാണ്. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യട്ടോ. വേറെ ഒന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ ഒന്നും നോക്കുന്നതുമില്ല. അതാരാ? സ്പൈഡർമാൻ ആണോ? സൂപ്പർമാൻ ആണോ? അങ്ങനെ നമുക്ക് അവസാനം കിട്ടി. നമ്മൾ എടുത്തിട്ട് പോവാട്ടോ. തുറക്ക്. ടാറ്റ പറയാശു. അങ്ങനെ ഏട്ടൻ ഇറങ്ങി ബില്ലടിപ്പിക്കാനായിട്ട് പോയി. ഞങ്ങൾ ലിഫ്റ്റിൽ പോവാട്ടോ. താമസിക്കാൻ തോന്നിട്ട് ഏട്ടന് ഭയങ്കര ധൃതി പിടിപ്പിച്ച് കേരളാന്ന് തോന്നി. ഇത് നോക്കാൻ പോലും പറ്റില്ല. അവർ 5-6 എണ്ണം കൊണ്ടുവന്നു. അതങ്ങ് എടുക്കുമായിരുന്നു. പോകുന്ന വഴിക്ക് തന്നെ പെട്രോൾ അടിക്കാൻ കയറി. ആദ്യം ഏട്ടൻ പോയിട്ട് വരാമെന്ന് കേട്ടോ പറഞ്ഞ സ്റ്റുഡിയോയിൽ നിന്നപ്പോഴത്തേന്. പിന്നെ ഏട്ടൻ പറഞ്ഞു പോയില്ല, ഒരുമിച്ച് ഞങ്ങൾ കയറി. പെട്ടെന്നില്ലേ ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ വാറ്റി നിൽക്കുന്നു. ഏട്ടൻ നല്ലൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ ഏട്ടൻ പിന്നെ നമുക്ക് ഒരുമിച്ച് പോയി അടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ കയറി വന്നത് അതിന് പെട്രോൾ അടിക്കാൻ പോവാം. ATM വേണ്ട, എന്റെ പൈസ ഉണ്ട്, എടുക്കണ്ട. അങ്ങനെയല്ല എത്താൻ പോകും. ബസ്സിൽ കയറി പോകാം. ഏട്ടനോട് പറഞ്ഞിട്ട് ഏട്ടൻ കേൾക്കുന്നില്ല. പൈസ കുറച്ചും കൂടി എടുത്തിട്ട് പോയാൽ മതി കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ കുറച്ച് ലിക്വിഡ് ക്യാഷ് ഉണ്ടായിരുന്നു. അങ്ങനെ എടുത്ത് വെക്കാറില്ല പൈസ. അപ്പം എന്നോട് പറഞ്ഞു കുറച്ച് എടുത്ത് വെക്കാം, പിള്ളേരെ കൊണ്ട് പോകുന്നതല്ലേ എന്ന്. അങ്ങനെ ക്യാഷ് എടുക്കാൻ പോയി. എനിക്ക് പ്രാർത്ഥന ഒറ്റ ബസ് കിട്ടണേന്നാട്ടോ. കഴിഞ്ഞ 2 പ്രാവശ്യം പോയപ്പോഴും എന്താ പറഞ്ഞാൽ ആയൂർ ബസ്, പത്തനംതിട്ട ബസ്സായിരുന്നു. പക്ഷേ പത്തനംതിട്ടയല്ല, കൊട്ടാരക്കര ബസ്സായിരുന്നു കിട്ടിയത്. അങ്ങനെ ഞാൻ ആയൂർ ഇറങ്ങേണ്ടി വരും കേട്ടോ. പുനലൂരോ പത്തനംതിട്ടയാണെങ്കിൽ വരുവാണെങ്കിൽ എനിക്ക് 5-ൽ ഇറങ്ങാം. പിന്നെ അവിടെ നിന്ന് റോട്ടേക്ക് പോയാൽ മതി. എന്താവും? ആകെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിതേ ഇവിടെ വെഞ്ഞാറമൂട് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു പുനലൂർ ബസ് വന്നതാ, പക്ഷെ കിട്ടിയില്ല.
അകത്ത് കാറ് പാർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ ആക്കിയിട്ട് ഏട്ടൻ കാറ് പാർക്ക് ചെയ്യാൻ പറ്റും. ഈ 2 പെട്ടി ഈ 2 കുട്ടീനെയൊക്കെ കൊണ്ടാണ് ട്രിവാൻഡ്രത്തേക്ക് പോകാനൊക്കെ ബസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ട്രിവാൻഡ്രം ബസ്സുകൾ വരുന്നുണ്ട്. അങ്ങോട്ടേക്ക് ബസ് പൊതുവെ കുറവാണ്. അയ്യോ, ഇതാണ് കാരണം സീറ്റൊക്കെ ആയിട്ട് വന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഈ ബസ് സൈഡിൽ കൂടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പുനലൂരാണെന്ന്. ബാഗൊക്കെ ഇട്ട് ഞങ്ങൾ നിൽക്കും കേട്ടോ. ഷടാ, ആ തിരിച്ചു വരാനോ? തിരിച്ച് 1 ബസ്. ഇവിടെ ഇറങ്ങുമ്പോൾ അച്ഛൻ വന്ന് വിളിച്ചിട്ട് വരും. ഏട്ടൻ്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞത് തന്നെ അത് കയറ്റി വിടാൻ. അത് തിരുവനന്തപുരം ബസ്സൊക്കെ ചെയ്യാൻ ജ്യൂസ് മേടിച്ചു കൊടുത്തേട്ടൻ. അത് കണ്ടപ്പോൾ നല്ല ഭംഗിയാണോ, ഞാനും മേടിച്ച് കുടിച്ചോട്ടോ. നല്ല ജ്യൂസായിരുന്നു. ഇവിടെ നിന്ന് വേറെ കുറച്ചാലും ബസ് വരത്തില്ല കേട്ടോ. ഇപ്പം ഏകദേശം 1 മണി കഴിഞ്ഞിരിക്കുന്നു. അയ്യോ, ട്രിവാൻഡ്രം അങ്ങോട്ട് പോകുന്നേ മക്കളെ, നമ്മുടെ അങ്ങോട്ട് പോകുന്നതാ ഇതെല്ലാം. അങ്ങനെ ഉണ്ടല്ലോ, ഞങ്ങൾക്കൊരു ബസ് വന്നത് സത്യം പറഞ്ഞാൽ എങ്ങോട്ടാണെന്ന് നോക്കില്ല. ഇനി നിൽക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് നല്ല ലേറ്റാണ്. ഞാൻ പറഞ്ഞു നമുക്ക് കയറാമെന്ന് പറഞ്ഞ് കയറിയത് കേട്ടോ. എൻ്റെ ദൈവമേ, സീറ്റ് കാണുമെന്ന് വിചാരിച്ച് കയറിയത്. ആരും നിൽക്കുന്നൊന്നുമില്ല. കയറി കഴിഞ്ഞപ്പോൾ ഒരു സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഞാനും ഈ 2 പിള്ളേരും കൂടെ എൻ്റെ കാലിലാണ്. കാരണം മോനെ നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ 2 പേരും കാലിലെത്തി. ആശുവാണെങ്കിൽ നല്ല ക്ഷീണം, കാരണം ഉറങ്ങുമായിരുന്നു, നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ചെയ്യാനിരിക്കാനും പറ്റുന്ന ഞാൻ എങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തു കേട്ടോ. എനിക്കാണെങ്കിൽ കാലുവേദന കാരണം സഹിക്കാൻ വയ്യ. അവസാനം ആയുരൊക്കെ എത്താറായി എന്ന് എനിക്ക് മനസ്സിലായപ്പോഴല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇനി ചാടി അങ്ങ് ഇറങ്ങിയാൽ മതിയായിരുന്നു. പക്ഷേ എങ്ങനെ എണീക്കുന്ന പോലും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. റൈറ്റ് സൈഡിൽ തിരിച്ചു നിർത്തണേ. ആ ഗേറ്റിന്റെ അടുത്തേക്ക്, ഈ ഗേറ്റിന്റെ അടുത്തേക്ക് തിരിച്ചു നിർത്തിയേക്കോ. ആ ഇവിടെ തന്നെ. അങ്ങനെ വീണ്ടും വീടെത്തി. ആരും മക്കളെ അവിടെ ഉള്ളത്? ആരുമില്ല. ഓക്കെ, അല്ലല്ല, ഞാൻ ക്യാഷ് ഉള്ളത് ഓർത്തില്ല. മോനെ ആ ബാഗും കൂടി എടുത്തേ. ആ ഞാൻ വിളിക്കാം മക്കളെ. എന്റെ പേര് ജ്യോതി. വന്നേ. ഈ ചേട്ടനെ അറിയോ? ഈ ചേട്ടൻ ഫിലിമിലൊക്കെ ഉള്ളതാട്ടോ. ഈ ചേട്ടനാണ് ഞങ്ങളെ ആയിരുന്നൊക്കെ കൊണ്ടുവന്നത്. അപ്പൊ ഓക്കെ ചേട്ടാ. ഗോ യേശു, ഗോ പൊക്കോ. യേശു പോയ പോക്ക് തിരിച്ചു വരുന്ന അച്ഛനെ കണ്ടിട്ടോ. ചെല്ലു യേശു, ഗോ. ഇല്ല, നമുക്ക് ഗേറ്റ് ലോക്ക് ചെയ്യട്ടെ. ചത്ത്. അങ്ങനെ വീടെത്തി കേട്ടോ. എൻ്റെ പിന്നെ ബസ് യാത്ര, ഇതൊരു ഭയാനക ബസ് യാത്ര ആയിപ്പോയി. ഇത്രയും പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഒരു സീറ്റ് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തിന് 2 സീറ്റ് കിട്ടുമായിരുന്നു കേട്ടോ എനിക്ക് ചെയ്യാൻ. പക്ഷേ ഇപ്രാവശ്യം ചെയ്യാനും കൂടെ എൻ്റെ മടിയിലായപ്പോഴത്തേന് അയ്യോ എനിക്ക് വയ്യായിരുന്നു, എനിക്ക് ഒട്ടും വയ്യ. പിന്നെ ഞാനൊരു ചേട്ടനെ കാണിച്ചു തന്നില്ലേ, ആ പുള്ളി എമ്പുരാനിലും അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ ഫിലിം പറയുന്നത് കേട്ടോ. എനിക്ക് പരിചയമില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നോക്കേട്ടോ. ഇനി ഈ ബാഗും എല്ലാം ആക്കി വെക്കുമ്പോഴത്തേന് ഞാൻ ഓക്കെയോ. എന്ത് യാശോ? ഓ വരുന്ന യാശോ. ഓക്കെ, ഇത് ഇരിക്കട്ടെ. ചെപ്പിച്ച ഊരാനാണോ? ചെപ്പിച്ചാണോ? ഗുഗു അമ്മൂസിൻ്റെ അടുത്ത് ചെല്ല്, കയറി ചെല്ല്, അങ്ങ് പോ. അങ്ങനെ ഞാൻ എന്തായാലും ടയർഡായി. പിള്ളേർ 2 കയറിപ്പോയി. അപ്പം ഇനി അകത്തേക്ക് കയറിപ്പോയി അമ്മയൊക്കെ കാണാം. ഓക്കെ, ബാഗ് 2 ബാഗും എടുക്കാം. ഓക്കെ, ബാഗ് അവിടെ ഇരിക്കട്ടെ. ഇനി അമ്മ അടുത്തേക്ക് പോകാം. എന്തിവിടെ നിന്റെ മസിൽ പൊടിയൊക്കെ എല്ലാവരും കാണും.
ഓക്കെ, ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒത്തിരി ഉള്ളായിരുന്നു കേട്ടോ. ഇതിൻ്റെ കഷ്ടപ്പാടാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ കാണാം. അതിൽ ടാറ്റാ.